ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫുഡ് ഫോർ ഹെൽത്ത്. അതിൻ്റെ മലയാളം മീഡിയത്തിന് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫുഡ് ഫോർ ഹെൽത്ത്. Doctor, I think my daughter is underweight. She eats very little food. What can I do? അപ്പോൾ ഒരു അമ്മയുടെ ഡൗട്ടാണ്, എൻ്റെ മോള് അണ്ടർ വെയ്റ്റ് ആണ്, വെയിറ്റ് ഉള്ളതിലും കുറവാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഡോക്ടർ റിപ്ലൈ, സ്ലൈറ്റ് വെയ്റ്റ് ലോസ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ. Isn't she in a growing age? She will be fine soon, but should ensure adequate nutritious food. Slight weight loss, ചെറുതായിട്ടുള്ള വെയിറ്റ് ലോസ് ഒരു പ്രശ്നമല്ല, ഇത് വളരുന്ന പ്രായമാണല്ലോ, ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് കൊടുക്കണം? ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം എന്ന് പറയുകയാണ്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മോം ആൻഡ് ദ ഡോക്ടർ? Some of you have had this kind of experience. What is meant by nutritious food? Write your guess. അപ്പോൾ ഈ ഡോക്ടറും മോമും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Nutritious food contains essential nutrients our body needs to stay healthy and grow properly, including vitamins, minerals, proteins and other beneficial elements. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. അതിൽ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ബാക്കി അതർ ബെനിഫിഷ്യൽ എലമെൻസും ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് വി ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറൗണ്ട് us. നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. വി ഈറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കുക്ക്ഡ് ആൻഡ് റോ ഫുഡ് ഐറ്റംസ്. നമ്മൾ കുക്ക് ചെയ്ത ഫുഡും അല്ലാത്ത ഫുഡുകളും, നമ്മൾ റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? Some food items we usually eat are given in the pictures. How can we classify them? Write down in the science diary. അപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട് സീരിയൽസ്, നെക്സ്റ്റ് ഫ്രൂട്ട്സ് ആണ്, വെജിറ്റബിൾസ്, ദെൻ പൾസസ്, ലീഫി വെജിറ്റബിൾസ്. What are your favorite food items among them? Any dislikes? Why? Discuss. List the food items you usually eat in a day. ഇതെല്ലാം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമിൻ്റെ പേര് ഏതാണ് അത് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുണ്ടോ, ഇഷ്ടമില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ബോക്സിൽ നിങ്ങൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് കഴിക്കുന്ന ആഹാരങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ദോശ, ഇഡ്ഡലി, പുട്ട് എഴുതാം. ലഞ്ചായിട്ട് റൈസ്, സാമ്പാർ, ബിരിയാണി, ചിക്കൻ കറി, നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ചപ്പാത്തി, റാഗി, ഓട്സ് ഡിന്നറിന്. ഓക്കെ, ഷുഡ് ബി ഈറ്റ് ഓൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? ദെൻ ഇനി നമുക്കൊരു കോൺവെർസേഷൻ നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് മാത്രം കഴിക്കുന്ന കുറച്ച് കുട്ടികളാണ് കേട്ടോ. മൈ ഫേവറേറ്റ് ഡിഷ് ഇസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. ഈ കുട്ടിക്ക് ഇഷ്ടം അപ്പവും ബംഗാൾ ഗ്രാം കറിയുമാണ്. ഐ ലവ് പുട്ട് ആൻഡ് ബനാന. ഈ ഗേളിന് ഇഷ്ടം പുട്ടും പഴമാണ്. ഇവിടെ ഈ ബോയ്ക്ക് ഇഷ്ടം നൂഡിൽസ് ആണ്. അവൻ്റെ അമ്മ അവന് എന്നും നൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 children said? Will the food they like be enough for the growth and health of these 3? Write down your opinion, present in the class and explain. ഈ കുട്ടികൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവരുടെ ഗ്രോത്തിന് ഇത് മാത്രം മതിയോ? പോരാ അല്ലേ? ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ ഇവർക്ക് ശരീരത്തിന് എന്ത് കിട്ടില്ല? ന്യൂട്രിയൻസ് കിട്ടില്ല. അടുത്തത്, അപ്പോൾ അതിനുള്ള ആൻസർ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇഫ് ദേ ഓൺലി ഈറ്റ് ദ ഫുഡ് യു ലൈക്ക്, ദെയർ ബോഡി വിൽ നോട്ട് ഗെറ്റ് ദ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അവർ കഴിച്ചാൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ്, ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലഭിക്കില്ല. ദേ ഷുഡ് ഇൻക്ലൂഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ യുവർ ഡയറ്റ്. ദെയർ ഡയറ്റാണ് കേട്ടോ, അത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരുടെ ഡയറ്റിൽ ന്യൂട്രീഷ്യസ് ഫുഡ് അവർ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ യു അല്ല, ദേ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കണത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? നമുക്ക് എന്താ ഫുഡിൽ നിന്ന് കിട്ടുക? റീഡ് ദ റൈറ്റർ ഫ്രം ദ ചിൽഡ്രൻസ് മാഗസിൻ. അപ്പോൾ ഇവിടെ നോക്കാം, ഫുഡ് എന്തിനാണ്? ഫുഡ് പ്രൊവൈഡ്സ് എനർജി ദാറ്റ് അവർ ബോഡി നീഡ്സ് ടു ഫങ്ഷൻ. ഫുഡാണ് നമുക്ക് എന്ത് ചെയ്യണത്? നമുക്ക് നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്ത് തരുന്നത്?
എനർജി തരുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഫുഡിൽ നിന്ന് കിട്ടുന്നത്? ഇതാണ് കേട്ടോ. ന്യൂട്രിയൻസ് ആർ ദ കമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസസ്. വി ഒബ്റ്റൈൻ ന്യൂട്രിയൻസ് ഫ്രം ദി ഫുഡ് ഐറ്റംസ്. നമുക്ക് ന്യൂട്രിയൻസ്, പോഷകങ്ങളാണ് എന്തിൽ നിന്ന് കിട്ടുക? ഫുഡിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ് ഇൻ ആൻസർ? വൈ ഡു വി ഈറ്റ് ഫുഡ് ഇൻ ആൻസർ ആണ് ഇത് കേട്ടോ. നെക്സ്റ്റ്, അവർ ഹെൽത്ത്. Food provides energy for our daily physiological activities. Nutrients are the components required for our growth to maintain health and to prevent diseases. അപ്പോൾ ഫുഡാണ് നമ്മുടെ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി നമുക്ക് തരുന്നത്. നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ഹെൽത്തിനും നമുക്ക് അസുഖം വരാതിരിക്കാനും നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് പോഷകങ്ങൾ, ന്യൂട്രിയൻസ് കിട്ടുക. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ ഫുഡ് ഐറ്റംസ്. ഒരു ഫുഡ് ഐറ്റത്തിലുള്ള ന്യൂട്രിയൻസിന്റെ പേരാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ദോ വാട്ടർ ഇസ് നോട്ട് എ ന്യൂട്രിയൻ കമ്പോണന്റ്, ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ്. വെള്ളം നമ്മുടെ ഒരു ന്യൂട്രിയൻ കമ്പോണന്റ് അല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് വാട്ടർ. ഓക്കെ, ഫൈബേഴ്സ് പ്രസന്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. പിന്നെ നാരുകൾ അടങ്ങിയ ഫുഡ്, ഫൈബറും നമ്മുടെ ബോഡിലി ആക്ടിവിറ്റീസിന് ആവശ്യമാണ്. ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി. എല്ലാ ഫുഡ് ഐറ്റത്തിലും ആവശ്യത്തിനനുസരിച്ചുള്ള ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് ടൈം ആൻഡ് ഓഫ് കൺസംഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. അപ്പം നമ്മൾ എത്ര ഫുഡ് കഴിക്കുന്നു, എത്ര അളവിൽ കഴിക്കുന്നു, എത്ര ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കുന്നു, ഏത് സമയത്ത് കഴിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ അടുത്തത്, വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ ആൻസർ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ്? എന്തിനാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യണേ? All food items may not contain all essential nutrients in adequate quantity. Hence, we eat a variety of food items prepared using different ingredients. Why do we eat nutrient-rich food? എന്തിനാ nutrient-rich food? The quantity of food we eat, its quality and time of consumption influence our health. So, everyone should eat nutritious food. ഇതുകൊണ്ടാണ് നമ്മൾ nutritious-rich food കഴിക്കേണ്ട ആവശ്യം കേട്ടോ. അടുത്തത് നമുക്ക് ഡെയിലി ഇവിടെ കുറച്ച് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്ലേ ചെയ്യണു, പഠിക്കണു ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനൊക്കെ ആവശ്യം എന്ത് തന്നെയാണ്? എനർജിയാണ് അല്ലേ. ആ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൽ നിന്ന്. വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? അതിന് എനർജി ആവശ്യമില്ലേ? ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? എല്ലാത്തിനും ഒരേ അളവ് എനർജി ആവശ്യമാണോ? അത്രേ ആവശ്യമുള്ളൂ? ഫ്രം വേർ ഇസ് ദ എനർജി റിക്വയർഡ് ഫോർ ദിസ് ആക്ടിവിറ്റീസ് ഓഫ് ടൈം? ഈ ആക്ടിവിറ്റീസ് ചെയ്യാനായ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതെല്ലാമാണ് ചോദ്യം. ആൻസർ നമുക്ക് ഫുഡിൽ നിന്ന് തന്നെയാണ് അല്ലേ. ഫുഡിലെ ന്യൂട്രിയൻസിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ആ ന്യൂട്രിയൻസിലെ ആദ്യത്തെ ആൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നോക്കാം. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻ ഫ്രം കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി മെയിനായിട്ട് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഫുഡ് ഐറ്റത്തിൽ കാർബോഹൈഡ്രേറ്റ് ഈ രൂപത്തിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ സ്റ്റാർച്ച് ആയിട്ട്, ഷുഗർ ആയിട്ട്, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബേഴ്സ്. ഓക്കെ, സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ഒരുപാട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്താലാണ് ഇത്രയും എനർജി കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. മിൽക്ക് എല്ലാം അതിൽ വരും, മിൽക്ക്, എഗ് ഒക്കെ കേട്ടോ. ഡു ഓൾ ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? ഇനി അടുത്തത്, സ്റ്റാർച്ച് എല്ലാ ഐറ്റത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സ്റ്റാർച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഫുഡ് വി ഈറ്റ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എല്ലാ ഫുഡ് ഐറ്റത്തിലും സ്റ്റാർച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് കേട്ടോ ആൻസർ. നോ, എല്ലാത്തിലും സ്റ്റാർച്ച് ഇല്ല. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചാൽ അതിനൊരു ടെസ്റ്റ് ഉണ്ട്. സ്റ്റാർച്ച് ഡിറ്റക്ഷൻ ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അയോഡിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഒരു ഫുഡ് ഐറ്റത്തിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ടെസ്റ്റ്
നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഫുഡ് ഐറ്റത്തിൻ്റെ പേരും അയോഡിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കളറുമാണ്. പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയിൽ ഡാർക്ക് ബ്ലൂ കളർ കിട്ടും. അപ്പോൾ അയോഡിൻ ടെസ്റ്റ് ചെയ്ത് ഡാർക്ക് ബ്ലൂ കളർ കിട്ടിയാൽ അതിൽ സ്റ്റാർച്ച് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കുക്കുംബറാണ്. കുക്കുംബറിന് കളർ ചേഞ്ച് ഇല്ല, സോ അതിലെന്തില്ല, സ്റ്റാർച്ച് ഇല്ല. അടുത്തത് മൈദയാണ്. ഡാർക്ക് ബ്ലൂ കളർ കിട്ടും, സോ അതിൽ സ്റ്റാർച്ച് ഉണ്ട്. എഗ് വൈറ്റ് ആണ്, നോ കളറാണ്, സോ അതിൽ സ്റ്റാർച്ച് ഇല്ല. When iodine combines with starch, a dark blue color is formed. Depending on the quantity of starch, the intensity of blue color varies. Okay. അടുത്തത് നമുക്ക് മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ചെറുധാന്യങ്ങളാണ് കേട്ടോ. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ്സ് ടു ഗ്രാസ് സ്പീഷീസ്. മില്ലറ്റ്സ് കണ്ടെയ്ൻസ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. അതായത് നമ്മൾ അരിയും ഗോതമ്പിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും മില്ലറ്റ്സിലുണ്ട്. മില്ലറ്റ്സ് വിച്ച് ആർ റിച്ച് ഇൻ ഫൈബേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. അപ്പോൾ കുറേ മില്ലറ്റ്സ്, ഒരുപാട് ഫൈബേഴ്സുള്ള മില്ലറ്റ്സ് നമ്മുടെ ഡൈജഷനൊക്കെ സഹായിക്കും, ദഹനത്തിനൊക്കെ. ഫൈബേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. ഇൻ ദി പാസ്റ്റ് മില്ലറ്റ്സ് വർ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. പണ്ട് കാലങ്ങളിൽ ഈ ചെറുധാന്യങ്ങൾ ആനിമൽസിനും ബേർഡ്സിനും ഭക്ഷണമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹ്യൂമൻസ് ഓൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദർ ന്യൂട്രീഷണൽ വാല്യൂ. ഇപ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ തിരിച്ചറിഞ്ഞപ്പോൾ മനുഷ്യരും അത് ഉപയോഗിച്ച് തുടങ്ങി. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്, ബജ്ര, ഫോക്സ് ടെയിൽ മില്ലറ്റ്, മൈസ്, ലിറ്റിൽ മില്ലറ്റ് എല്ലാം എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്തത് ഫോർ ഗ്രോത്ത്. Is it enough to include only carbohydrate in our diet? നമുക്ക് ആകെ കൂടെ ഗ്രോത്തിന് കാർബോഹൈഡ്രേറ്റ് മാത്രം മതിയോ എന്നാണ് ചോദിക്കുന്നത്. പോരാ അല്ലേ? അപ്പോൾ ഇനി എന്തൊക്കെ വേണം? നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് പ്രോട്ടീൻ. എന്താണ് പ്രോട്ടീൻ എന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീൻ ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, നമുക്ക് അത് നോക്കിയിട്ട് അടുത്തേക്ക് പോവാം കേട്ടോ. ഡോക്ടർ, my son always says that he feels very tired. He doesn't have the energy to do anything. ഡോക്ടർ, എൻ്റെ മോന് എന്നും ക്ഷീണമാണ്, ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂസ്. കുട്ടിക്ക് വളർച്ച പ്രശ്നങ്ങളുണ്ട്, വളർച്ച പോരാ. ഗിവ് ഹിം ഫുഡ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ആൻഡ് പ്ലെൻറ്റി. അപ്പോൾ അവൻ എന്തൊക്കെ കൊടുക്കുക? ചെറുപയറും നിലക്കടലയും ഫിഷും മിൽക്കും ഒക്കെ കുറേ കൊടുക്കാം, മുട്ടയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം പ്രോട്ടീൻ എന്താണെന്ന്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീനാണ് നമ്മുടെ ഗ്രോത്തിനും ബോഡി ബിൽഡിങ്ങിനും ആവശ്യമായ ഒരു ന്യൂട്രിയൻ, പോഷകം. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽ. എന്തിനാണ് പ്രോട്ടീൻ? നമ്മുടെ മസിൽ ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത്, സ്കിന്ന്, ഇതിൻ്റെ എല്ലാം ഹെൽത്തിന് പ്രോട്ടീൻ വേണം. Moreover, proteins provide energy. Proteins energy provide ചെയ്യുന്നു. Deficiency of protein causes disease like kwashiorkor and marasmus. അപ്പോൾ പ്രോട്ടീൻ ഇല്ലെങ്കിൽ വരുന്ന അസുഖങ്ങളാണ് kwashiorkorഉം marasmusഉം. ഇവിടെ kwashiorkor വന്ന കുട്ടീനെ കണ്ടോ? വലിയ തലയും വയറുന്തിയിട്ടും ഇങ്ങനെയാണ് ആ അസുഖത്തിൻ്റെ ഒരു ഫീച്ചർ വരിക കേട്ടോ. അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ആണിത് കേട്ടോ. Then what are the diseases caused by the deficiency of protein? Protein ഇല്ലെങ്കിൽ വരുന്ന ഡെഫിഷ്യൻസിയാണ് kwashiorkor ആൻഡ് marasmus. ഓക്കെ, ഇനി നമുക്ക് താഴെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റത്തിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെറുപയറാണ്. ഇതിനെ നമ്മൾ ഗ്രീൻ പീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാം കേട്ടോ, ഗ്രീൻ ഗ്രാം. ദെൻ പനീർ, കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട്, മീറ്റ്, ഫിഷ്, എഗ്, മിൽക്ക്, ഇതിലെല്ലാം നമുക്ക് എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. Which food items among these are included in your diet? ഇതിൽ ഏതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തും? There may be vegetarians among you. നമ്മളിൽ വെജിറ്റേറിയൻസും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഈ നോൺ വെജിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് നമുക്ക് വെജിറ്റബിളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടാം എന്നൊക്കെ ചോദിക്കും. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദർ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ദി ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആളുകൾ ഏത് വെജിറ്റബിൾ കഴിച്ചാൽ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ബീൻസും മഷ്റൂമും കേട്ടോ. പ്രോട്ടീൻ കിട്ടും. അടുത്തതാണ് ഫാറ്റ്.
Like carbohydrate and protein, fat is also essential for us. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ തന്നെ നമുക്ക് ഫാറ്റും ആവശ്യമാണ്. ഇഫ് യു കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ്. നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഏതിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഫാറ്റിൽ നിന്നാണ് കിട്ടുക കേട്ടോ. കൊഴുപ്പാണ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പുണ്ടോ ഫാറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനവർ പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. ഒരു കഷ്ണം പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒറ്റിക്കുക, എന്നിട്ട് ആ പേപ്പർ നോക്കുക. ലൈക്ക്വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓഫ് പേപ്പർ. അതുപോലെ വേറെ കഷ്ണം പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് ഒറ്റിക്കുക. എങ്ങനെയാണ് നമുക്കറിയാം? ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിംഗ് ദി ചേഞ്ചസ് ഇൻ ദ പേപ്പർ വെൻ ഗീ ആൻഡ് ഓയിൽ വെർ ആഡഡ്. അപ്പോൾ നമ്മൾ ഈ എണ്ണയും അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ച പേപ്പറിൽ ആ മെഴുകു പോലെ വരുമല്ലോ അതിൻ്റെ കണ്ടൻറ്റ്. അത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഫുഡ് ഐറ്റത്തിൽ അതിൽ എന്തുണ്ട്, ഫാറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. നമ്മൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് പേപ്പറിൽ ഇതാക്കില്ലേ, കൂടുതൽ ഓയിലൊക്കെ അതിൽ പറ്റി പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഫാറ്റ് അടങ്ങിയ ഫുഡാണെന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസും ഒബ്സർവേഷൻസും എഴുതാൻ തന്നിട്ടുണ്ട്. ചിപ്സ് നമുക്കറിയാം എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഫാറ്റ് ഉണ്ടാവും. പേപ്പറിൽ നോക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഓയിലി ആവും. ഇനി നമ്മൾ റോ ബനാന, പച്ചപ്പഴം, അങ്ങനെ പച്ചപ്പഴം അല്ല പഴം, നോർമൽ പഴം നമ്മൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞാൽ ആ പേപ്പർ ഓയിലി ആവില്ല, അതിൽ ഫാറ്റ് ഇല്ല. ക്രഷ്ഡ് സീസെയിമാണ് അടുത്തത്. ക്രഷ്ഡ് സീസെയിമും ഇതുപോലെ തന്നെയാണ് കേട്ടോ, ഓയിലി ആക്കും. ഡ്രൈഡ് കോക്കനട്ട് ആണെങ്കിലും ഉണക്ക തേങ്ങയാണെങ്കിലും ഓയിലി ആക്കും. അതുപോലെ ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട് ആണെങ്കിലും എന്ത് ചെയ്യും, പേപ്പർ ഓയിലി ആവും. ഇതിലെല്ലാം ഫാറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഏതിലൊക്കെ ഫാറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ. ഇനി അടുത്തത് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഗീ, മീറ്റ്, എഗ്, കോക്കനട്ട്, സീസെയിം, മസ്റ്റർഡ്, ഗ്രൗണ്ട് മിൽക്ക് ആൻഡ് ബട്ടർ. ഇതിലെല്ലാം വി ഗെറ്റ് ഫാറ്റ് ഫ്രം പ്ലാന്റ് ആൻഡ് ആനിമൽ. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഫാറ്റ് കിട്ടും. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ സോഴ്സസ് നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടും കേട്ടോ. ഇനി ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ, നിങ്ങളോട് ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. കോക്കനട്ട് ഓയിൽ, ഗീ, ഫിഷ് ഓയിൽ, ബട്ടർ, സൺഫ്ലവർ ഓയിൽ. ഇതിൽ ചിലത് പ്ലാന്റ് പ്രോഡക്റ്റ് ആണ്, ചിലത് ആനിമൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിലിപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ്, കോക്കനട്ട് ഓയിൽ നമുക്ക് കിട്ടുന്നത് തെങ്ങിൽ നിന്നാണ്, തേങ്ങയിൽ നിന്നാണ്, അതൊരു പ്ലാന്റ് പ്രോഡക്റ്റ് ആണ്. സൺഫ്ലവർ ഓയിൽ സൂര്യകാന്തി പൂവിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണയാണ്, അതും ഒരു പ്ലാന്റ് പ്രോഡക്റ്റ് ആണ്. ഫിഷ് ഓയിൽ മത്സ്യ എണ്ണയാണ്, അത് ഒരു ആനിമൽ പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഗീയും ബട്ടറും, രണ്ടും പശുവിൽ നിന്ന് കിട്ടുന്നതാണ്, അതും ഒരു ആനിമൽ പ്രോഡക്റ്റ് ആണ്. അതുപോലെ ചില വെജിറ്റബിൾസിലും റൈസിലും ഗോതമ്പിലും ഒക്കെ ചെറിയ അളവിൽ എന്തുണ്ട്, കൊഴുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഫാറ്റ്. നെക്സ്റ്റ് ആണ് കൊളസ്ട്രോൾ. ഹാവ് യു ഹേർഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്? വാട്ട് വുഡ് ബി ദ റീസൺ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് പറയും ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കരുത്. എന്താണ് ഇതിന് കാരണം? കൊളസ്ട്രോൾ വരുമെന്ന് പറയും അല്ലേ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ കൊഴുപ്പിൻ്റെ ഒരു ഫോമാണ്, ഫാറ്റിൻ്റെ ഒരു ഫോമാണ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. കുറച്ച് അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇഫ് ദർ ഇസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ്, ഇറ്റ് ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോ. പക്ഷെ ഒരുപാട് കൊളസ്ട്രോൾ നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇന്നർ വാളിൽ പോയി അടിഞ്ഞു കൂടും. അപ്പം നമ്മുടെ രക്ത ഓട്ടത്തിനെ അത് ബാധിക്കും, ബ്ലഡ് ഫ്ലോനെ. ദിസ് മേ കോസ് ഫേറ്റൽ ഡിസീസസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹേർട്ട് ഫെയിലിയേഴ്സ്. അത് നമുക്ക് സ്ട്രോക്ക് വരാനും ഹേർട്ട് അറ്റാക്ക്, ഹേർട്ട് ഫെയിലിയർ ഉണ്ടാവാനും കാരണമാകും. അടുത്താണ് വൈറ്റമിൻസ്. ഹാവ് യു ഹേർഡ് ഓഫ് വൈറ്റമിൻസ്? വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. നമുക്ക് ന്യൂട്രിയൻസ് പോലെ തന്നെ വൈറ്റമിൻസും വേണം, പക്ഷെ അത്ര നമുക്ക് ന്യൂട്രിയൻസ് വേണ്ട അളവിൽ വൈറ്റമിൻസ് വേണ്ട, കുറച്ച് മതി കേട്ടോ, സ്മോൾ ക്വാണ്ടിറ്റിയിലേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ ആൻഡ് ഹെയർ. നമ്മുടെ കണ്ണ്, നമ്മുടെ തൊലി, നമ്മുടെ മുടി, ഇതിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ വേണം. വൈറ്റമിൻ ബി മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹേർട്ട് ആൻഡ് സ്കിൻ. നമ്മുടെ ബ്രെയിന്, നെർവ്, ഹേർട്ട്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്. വൈറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽ ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ പല്ല്, മോണ, അതുപോലെ ബ്ലഡ് വെസൽസ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ ഡി ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ എല്ലിനും പല്ലിനും രോഗപ്രതിരോധത്തിന് ഡിയും വേണം. വൈറ്റമിൻ ഇ ആണെങ്കിലോ നമ്മുടെ ഞരമ്പുകൾ, നെർവിൻ്റെ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൗണ്ട്സ് ഒക്കെ, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ബ്ലീഡിങ് കൂടുതലാവാൻ പാടില്ല, ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവണമല്ലോ,
ആ ബ്ലഡ് നിൽക്കുമല്ലോ. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വൈറ്റമിൻ കെ വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ? സ്കിൻ ഹെൽത്തിന് ഏതൊക്കെ വൈറ്റമിൻ ആണ്? വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും. അടുത്തത്, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അഫക്റ്റ് അവർ ഇമ്മ്യൂണിറ്റി, ബോൺ ഹെൽത്ത് ആൻഡ് ടീത്ത്. അത് നമ്മുടെ എല്ലിനെയും പല്ലിനെയും ഒക്കെ ബാധിക്കും. റിക്കറ്റ്സ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ വരുന്ന അസുഖമാണ് റിക്കറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ഫർദർ റീഡിങ്ങിന് വൈറ്റമിൻ ഡി എന്താ, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്താന്ന് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. നമുക്ക് വൈറ്റമിൻ ഡി കൂടുതൽ കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ വരുന്ന രോഗമാണ് റിക്കറ്റ്സ്. അതും വായിച്ചു നോക്കുക. അടുത്തത്, നമുക്ക് വൈറ്റമിൻ എ ബി സി ഡി ഇ കെ തന്നിട്ട് അത് ഏതൊക്കെ ഫുഡ് ഐറ്റത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എ ആണെങ്കിൽ നമുക്ക് ഫിഷ്, ക്യാരറ്റ്, ലിവർ, മിൽക്ക്, അമറാന്തസ്. വൈറ്റമിൻ ബി മട്ട, റൈസ്, സ്പിനാച്ച്, ബ്രാൻ ഓഫ് സീരിയൽസ്, മിൽക്ക്, ടാരോ ലീവ്സ്. വൈറ്റമിൻ സി ഗൂസ്ബെറി, ലെമൺ, ഓറഞ്ച്, ഗ്രേപ്സ്, ഗുവ. വൈറ്റമിൻ ഡി ഫിഷ്, എഗ്, മിൽക്ക്, മഷ്റൂം, ലിവർ. വൈറ്റമിൻ ഇ പീനട്ട്, ആൽമണ്ട്, വെജിറ്റബിൾ ഓയിൽ, ബ്രോക്കോളി, അവക്കാഡോസ്. വൈറ്റമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, അമറാന്തസ്, കിവി ഫ്രൂട്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണുള്ളത്. വൈറ്റമിൻ ബി ആൻഡ് സി ആർ വാട്ടർ സൊല്യൂബിൾ. അപ്പം നമുക്ക് ഇത്രയും വൈറ്റമിൻസിൽ വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ സൊല്യൂബിൾ ആവണ വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ബി ആൻഡ് സി വാട്ടർ സൊല്യൂബിൾ ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ ഡി ഇ കെ എന്ന് പറയുന്നത് കൊഴുപ്പിൽ അലിയുന്നതാണ്, ഫാറ്റ് സൊല്യൂബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ഒരാളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഈ വൈറ്റമിൻസ് ഒന്നും ശരീരം എന്ത് ചെയ്യില്ല, അബ്സോർബ് ചെയ്യില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ദീസ് വൈറ്റമിൻസ് വിൽ നോട്ട് ബി അബ്സോർബ് ബൈ ദ ബോഡി. ഇത് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ മിനറൽസ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഓൾ ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ്സ് വിൽ ബി സപ്ലൈഡ് അറ്റ് 2 PM ടുഡേ. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം. 2 മണിക്ക് അയൺ ടാബ്ലറ്റ്സ് വിതരണം ചെയ്യും. നെക്സ്റ്റ് അയണുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയാൻ പോണത്. Did you notice the announcement? Why are iron tablets given to children? നിങ്ങൾ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചോ? എന്തിനാ കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നത്? അയൺ ഒരു മിനറൽ ആണ്. അയൺ ഇസ് എ മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദി പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദി ബോഡി. അപ്പോൾ ഇങ്ങനത്തെ മിനറൽസ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വിച്ച് ആർ ദി മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? ഏതൊക്കെ മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം ചോദിച്ചാൽ അയൺ, കാൽഷ്യം, അയോഡിൻ, ഈ 3 മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൽ അയൺ കിട്ടുന്നത് ലീഫി വെജിറ്റബിൾ, ജാഗറി, ഫിഷ്, ലിവറിൽ നിന്ന്. സിഗ്നിഫിക്കൻസ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനാണ് അയൺ സഹായിക്കുക. കാൽഷ്യം നമുക്ക് കിട്ടുന്നത് എഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷിൽ നിന്ന്. എന്താ സിഗ്നിഫിക്കൻസ്? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഫോർമേഷൻ സഹായിക്കും. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കും. അടുത്തത് അയോഡിൻ ആണ്. അയോഡിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡ്സിൽ നിന്നാണ്. ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വളർച്ചയ്ക്കും ഫങ്ഷനിങ്ങിനും സഹായിക്കുന്നത് അയോഡിൻ അടങ്ങിയ ഫുഡായിരിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മിനറൽ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദിസ് മിനറൽ? ഓക്കെ, അയൺ ആണ് നമുക്ക്. അതുപോലെ തന്നെ ലീഫ് വെജിറ്റബിൾ, ജാഗറി, ഫിഷ്, ലിവറിൽ നിന്ന് നമുക്ക് അത് ലഭിക്കും. Why should we eat seafood? We get iodine from seafood. What health issues will occur if we avoid egg, milk and leafy vegetables? ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് എന്ത് സംഭവിക്കും? It will affect the bone health and teeth also affects the blood clotting. നെക്സ്റ്റ് എന്താണ് ഹീമോഗ്ലോബിൻ? ഫർദർ റീഡിംഗ് ആണ്, എന്നാലും ഒന്ന് പറയാം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്. RBC, നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൽ കാണുന്ന പിഗ്മെൻ്റ് ആണ്. അതായത് നമ്മൾക്ക് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കാണുന്നതിന് കാരണം ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇത് ഇമ്പോർട്ട് റെഡ് കളർ ടു ബ്ലഡ്. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ കോശങ്ങൾ, സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. എന്നിട്ട് സെല്ലുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലെഡ്സ് ടു കണ്ടീഷൻ കാൾഡ് അനീമിയ. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് അനീമിയ, വിളർച്ച. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയില്ലേ? കുട്ടികൾക്ക് എന്തിനാ അത് കൊടുക്കുന്നത്? വിളർച്ച, അനീമിയ തടയാനാണ് കേട്ടോ.
നെക്സ്റ്റ് ആണ് ഡെഫിഷ്യൻസി ഡിസീസസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓൺലി. വൈറ്റമിൻസും മിനറൽസും ശരീരത്തിന് വളരെ ചെറിയ അളവിൽ മതി. However, if they are not available to the body in the required quantity, deficiency diseases are bound to manifest. പക്ഷേ ഇവ ലഭിച്ചില്ലെങ്കിലോ, ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിലോ നമുക്ക് ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും, ഡെഫിഷ്യൻസി ഡിസീസസ് വരാൻ തുടങ്ങും. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ഡിസീസസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. നമ്മൾ അവിടെ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായപ്പോൾ ഒരു പിക്ചർ, ഒരു കോശോർക്കറും മറാസ്മസും ഒക്കെ പഠിച്ചില്ലേ, അതുപോലെയുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് വരും. ഓക്കെ, അപ്പം നമുക്ക് ഓരോ വൈറ്റമിനും ഇല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതാണ് കേട്ടോ. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന അസുഖം വരും, രാത്രി കാഴ്ച പോകുന്നൊരവസ്ഥ. വൈറ്റമിൻ ബി ഇല്ലെങ്കിൽ ഗ്ലോസിറ്റിസ് ആണ്. ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ സ്വള്ളൻ ടങ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് സ്കിൻ ആൻഡ് ടങ് ആണ് മൗത്ത് അൾസർ. വൈറ്റമിൻ സി ഇല്ലെങ്കിൽ ബ്ലീഡിങ് ഗം, സ്കർവി വരും. വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ റിക്കറ്റ്സ് വരും. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സ്കർവി ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫേഴ്സ് ഫ്രം മൗത്ത് അൾസർ? വൈറ്റമിൻ ബി എൻറിച്ച്ഡ് ഫുഡാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. എഗ്ഗ്, മിൽക്ക്, യോഗർട്ട്, ഫിഷ്, ലീഫി വെജിറ്റബിൾസ് അടങ്ങിയ ഫുഡ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? വൈറ്റമിൻ എ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് റിക്കറ്റ്സ്? വൈറ്റമിൻ ഡി. ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. അതായത് മങ്ങിയ വെളിച്ചത്തിലും രാത്രിയും നമുക്ക് കാഴ്ച ഇല്ലാതാവുന്നൊരവസ്ഥയാണ്. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂസ് ഇൻ വിഷൻ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. അതായത് ഇവർക്ക് രാവിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബ്രൈറ്റ് ലൈറ്റിലും നല്ല വെളിച്ചത്തിലും കാഴ്ച ഉണ്ടാവും. പക്ഷേ ഡിമ്മായിട്ട് മങ്ങിയ വെളിച്ചത്തിലും രാത്രി ഇരുട്ടിലും ഇവർക്ക് കാഴ്ച ഉണ്ടാവില്ല കേട്ടോ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക്. ഇനി അടുത്തത് നമുക്കൊരു 3 മിനറൽസിൻ്റെ പേരും മിനറൽസ് ഇല്ലെങ്കിലുള്ള അസുഖവും പറയുന്നുണ്ട്. അയൺ എന്ന മിനറൽ ശരീരത്തിൽ ഇല്ലെങ്കിൽ അനീമിയ വരും, വിളർച്ച. അയോഡിൻ്റെ അഭാവത്തിൽ ഗോയിറ്റർ എന്ന അസുഖം. കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അയൺ ഡെഫിഷ്യൻസി ആണ് അനീമിയ. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ? ഗോയിറ്റർ സീ ഫുഡ്സ്, അയോഡിൻ എൻറിച്ച്ഡ് ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപൊറോസിസ്? കാൽഷ്യം റിച്ച് ഫുഡാണ് വേണ്ടത്, മിൽക്ക്, യോഗർട്ട്, ചീസ്. വൈ ആർ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂൾസ്? എക്സ്പ്ലൈൻ. ടു പ്രിവെൻറ്റ് അനീമിയ. അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ അയൺ ടാബ്ലറ്റുകൾ സ്കൂളിൽ വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. താങ്ക് യു.